ദൈവവചനമേ നമോ നമഃ. ജീവവചനമേ നമോ നമഃ. വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ. വിശ്വമഖിലം തവ മഹത്വം ദർശിപ്പതിന്ന ദൈവമഹത്വത്തിലേക്ക്. കർത്താവായ യേശുവിൽ പ്രിയ സഹോദരങ്ങളെ, കർത്താവിൻ്റെ പേടകം ദാവീദിൻ്റെ നഗരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സൗലിൻ്റെ മകൾ മിഖാൽ ജനലിൽ കൂടെ നോക്കി. ദാവീദ് രാജാവ് കർത്താവിന് മുമ്പിൽ തുള്ളിച്ചാടി നൃത്തം വയ്ക്കുന്നത് കണ്ടു. 2 സാമുവേൽ 6:16. നമ്മിൽ പലരെയും വളരെ താണ നിലയിൽ നിന്ന് അത്ഭുതകരമായ വിധത്തിൽ ഉയർത്തി ഇന്ന് ആയിരിക്കുന്ന നിലയിൽ എത്തിച്ചതാണെന്ന് അല്പസമയം ചിന്തിച്ചാൽ വ്യക്തമാകും. പക്ഷേ നാം കഴിഞ്ഞ കാല നിലയെപ്പറ്റി ഓർക്കുവാനോ അത് സമ്മതിക്കുവാനോ തയ്യാറല്ല. ഇന്നുള്ള നിലയിൽ അഹങ്കരിക്കുകയും കൂടുതൽ കിട്ടാത്തതിനാൽ അതൃപ്തരാകുകയും ചെയ്യുന്നു. ഞാൻ ഏത് നിലയിൽ ആയിരുന്നെന്നും ഇന്നത്തെ നിലയിൽ എങ്ങനെ വന്നു എന്നും ഓർക്കുന്നത് ആവശ്യമാണ്. മനുഷ്യ സഹായത്തിനപ്പുറമായ സ്വർഗീയ കരം പ്രവർത്തിച്ചതിനാൽ ഇന്നത്തെ നിലയിൽ വരുവാൻ ഇടയായി. നിയമപെട്ടകം ജെറുസലമിലേക്ക് കൊണ്ടുവന്നപ്പോൾ ദാവീദ് രാജാവ് സാധാരണക്കാരോടൊപ്പം നൃത്തം ചെയ്തു. കൊട്ടാരത്തിൽ ഇരുന്നു കണ്ട മിഖാൽ രാജ്ഞിക്ക് അപമാനമായി തോന്നി. അവൾ ദാവീദിനെ ആക്ഷേപിച്ചു. ആട്ടിടനായിരുന്ന തന്നെ രാജസ്ഥാനത്തേക്ക് ഉയർത്തിയതും ദൈവമാണെന്ന ബോധ്യം ദാവീദിന് ഉണ്ടായിരുന്നു. മിഖലിൻ്റെ പിതാവായ സൗലിനെയും കൃഷിക്കാരുടെ കൂട്ടത്തിൽ നിന്നാണ് ദൈവം ഉയർത്തി രാജസ്ഥാനത്തിൽ എത്തിച്ചത്. സൗലിൻ്റെ മകൾ മിഖൽ അത് മറന്നു കളഞ്ഞു. പക്ഷേ മിഖലിന് സന്താന സൗഭാഗ്യം ഇല്ലാത്തവളായി ജീവിക്കേണ്ടി വന്നു. പേർഷ്യയിൽ ജീവിച്ചിരുന്ന ഡാറ എന്ന ആട്ടിടയനെ ചക്രവർത്തി ഒരു ജില്ലയുടെ ഭരണാധികാരിയായി നിയമിച്ചു. ഡാറ എവിടെ പോയാലും ഒരു പെട്ടി കൂടെ കൊണ്ടുപോകുന്ന പതിവുണ്ടായിരുന്നു. ഡാറ സ്വന്തമായി രത്നങ്ങളും പണവും സമ്പാദിക്കുകയാണെന്നും എവിടെ പോയാലും സമ്പാദ്യപ്പെട്ടി കൂടെ കൊണ്ടുപോകുമെന്നും മറ്റും രാജസേവകർ രാജാവിനെ ധരിപ്പിച്ചു. വിവരമറിഞ്ഞ രാജാവ് കാര്യം നേരിട്ടന്വേഷിക്കുവാനായി വന്നു. പെട്ടി തുറക്കുവാൻ രാജാവ് കൽപ്പിച്ചു. മടിയോടെ ഡാറ പെട്ടി തുറന്നു. ആട്ടിടയനായി നടന്ന കാലത്ത് ധരിച്ച കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങൾ മാത്രമേ അതിൽ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ആരായിരുന്നു എന്നോർക്കുന്നത് അഹങ്കാരം എന്നിൽ ഉണ്ടാകാതിരിക്കുവാനും ദൈവാനുഗ്രഹം ലഭിക്കുവാനും ആവശ്യമാണെന്ന് ഡാറ രാജാവിനെ ധരിപ്പിച്ചു. എന്നെ ദൈവം എവിടെ നിന്ന് ഉയർത്തിയെന്ന് ഓർമ്മ പുതുക്കുന്നവൻ ഭാഗ്യവാൻ. പരിശുദ്ധാത്മ നിറവ് നിങ്ങളിലേക്ക് കടന്നു വരട്ടെ. ആത്മീയ ചൈതന്യത്താൽ നിങ്ങൾ നിറയട്ടെ. IMS അമ്മയുടെ അനുഗ്രഹം എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ആമേൻ. ദൈവവചനമേ നമോ നമഃ. ജീവവചനമേ നമോ നമഃ. വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ. വിശ്വമഖിലം തവ മഹത്വം ദർശിപ്പതിന്ന ദൈവമഹത്വത്തിലേക്ക്.